ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. അതിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1-ൽ നമ്മൾ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസ്, അതിൻ്റെ ആൻസേഴ്സ് അതാണ് നോക്കാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ആദ്യത്തെ, ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days and 2 nights. മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ടോമോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ട്രിപ്പ്. ആ ട്രിപ്പിൽ ടോമോ സ്റ്റുഡൻസ് നടത്തിയ ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവർ ഡാഷ് തന്നിരിക്കുന്നത് മാത്രം ഫില്ല് ചെയ്ത് പോവാം. രണ്ടാമത്തെ ബോക്സിൽ വരേണ്ടത് പറയാം. ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. 3 അവർ തന്നിട്ടുണ്ട്. 4, റിവൽഡ് ഇൻ ദ അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. 5, took turns telling ghost stories. 7, buy popsicles. 8, took photographs together. Okay, make a list of your activities during the tour. നിങ്ങളൊരു ടൂർ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. ആദ്യത്തെ പോയിന്റ്, ട്രാവൽഡ് ഇൻ ട്രെയിൻ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ട്രെയിനിലാണ് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടി ട്രാവൽ ചെയ്തു. വിസിറ്റഡ് സൂ, നാഷണൽ പാർക്ക് ആൻഡ് വാട്ടർഫോൾ, മോൾസ്. സൂ, നാഷണൽ പാർക്ക്, വാട്ടർഫോൾ, മോളുകൾ വിസിറ്റ് ചെയ്തു. Then went for shopping, purchased a lot of things. ഷോപ്പിങ്ങിന് പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. took selfies and photos with all. സെൽഫിയും ഫോട്ടോസും എല്ലാവരുടെ കൂടെയും ചേർന്ന് എടുത്തു. നെക്സ്റ്റ്, നമുക്ക് റീഅറേഞ്ച് ദി ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഇൻ ദ കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ 8 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് റീഅറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി. ദി ചിൽഡ്രൻ അസംബിൾഡ് അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. അത് ആദ്യം എഴുതുക കേട്ടോ. 1. രണ്ടാമത് എഴുതേണ്ടത് ഇതാണ്. ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻസ് ടു ദ ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. 2. 3, ദേ എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്. 3, 4 ഇതാണ്. ദ സീ ബിക്കെയിം റഫ് ആൻഡ് ടോട്ടോച്ചാൻ ആൻഡ് സം അതേഴ്സ് ബിഗാൻ ടു ഫീൽ ഇൽ. 4 കേട്ടോ. 5 ഇതാണ് എഴുതേണ്ടത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ടു ദ സീ. 6, ദ ചിൽഡ്രൻ എൻജോയ്ഡ് ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ് ടു ദ അറ്റ്മോസ്റ്റ്. 7, ദ മാൻ ഹു വാസ് ബിൽഡിംഗ് എ ബോട്ട് ഗേവ് ടോട്ടോച്ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. 8 ഇതാണ്. ദ ചിൽഡ്രൻ വർ എക്സൈറ്റഡ് അറ്റ് ദ ഫോട്ടോ സെഷൻ. അപ്പം ഞാൻ ഈ 1, 2, 3 എന്നിട്ടിട്ട് 8 വരെ എഴുതിയിരിക്കുന്നത് നിങ്ങളും അതേ ഓർഡറിൽ എടുത്ത് എഴുതിയാൽ ഇതിൻ്റെ ആൻസർ ആയി. ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. അത് നെക്സ്റ്റ്, ഇവിടെ നമുക്ക് നമ്മുടെ ടോട്ടോച്ചാനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം 2 സെൻറ്റൻസ് അവർ തന്നിട്ടുണ്ട്. ടോട്ടോച്ചാൻ, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. ഞാൻ ട്രിപ്പിന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. മദർ പറയും, ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്, യു ആർ ക്വൈറ്റ് യങ് ആറൻറ്റ് യു. നീ ചെറിയ കുട്ടിയല്ലേ. ടോട്ടോച്ചാൻ ചോദിക്കും, ബട്ട് ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ആൻഡ് ദ ടീച്ചർ വിൽ ബി വിത്ത് അസ്. പക്ഷേ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോകുന്നുണ്ട്, ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മദർ, I am still not sure where is the hot spring and how long will the trip be. എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല എവിടെയാണ് ഈ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്, എത്ര ദിവസമാണ് ട്രിപ്പ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടോട്ടോച്ചാൻ പറയും, ഇറ്റ്സ് എ 2-day ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് നിയർ ദ മൗണ്ടെയിൻസ്. മൗണ്ടെയിൻസിന് അടുത്തുള്ള ഹോട്ട് സ്പ്രിംഗ് കാണാനാണ് പോണത്. സൺഡേ ഞങ്ങൾ തിരിച്ചു വരും. മദർ പറയും, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, വി വിൽ ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫാദർ ടുനൈറ്റ്. ആലോചിക്കണം, എനിക്ക് അച്ഛനോട് രാത്രി ഡിസ്കസ് ചെയ്യണം, ചോദിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ടോട്ടോച്ചാൻ പറയും, പ്ലീസ് സേ യെസ് മോം. പ്ലീസ് യെസ് പറയൂ അമ്മയെന്ന് പറയുകയാണ്. മദർ പറയും, വി വിൽ സീ, നമുക്ക് നോക്കാം. നൗ ഗോ ഫിനിഷ് യുവർ ഹോംവർക്ക്. ഇപ്പോൾ പോയിട്ട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യൂ. അടുത്ത 4ാമത്തെയാണ്. 4ാമത്തെ ഒരു ആക്ടിവിറ്റി വരുന്നത്, നമ്മളൊരു കാര്യത്തിന് പെർമിഷൻ കിട്ടുന്നതും പെർമിഷൻ റെഫ്യൂസ് ആവുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ. അപ്പോൾ പെർമിഷൻ ലഭിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓഫ് കോഴ്സ്, ഷുവർ, നോ പ്രോബ്ലം, യു ആർ വെൽക്കം, ഗോ ഹെഡ്, ബൈ ഓൾ മീൻസ്. ഇത് പോസിറ്റീവ് സെൻറ്റൻസിൽ വരുന്നതാ. ഇനി ഒരു കാര്യത്തിന് നമുക്ക് പെർമിഷൻ കിട്ടുന്നില്ല, വേണ്ട, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെയാണ് വരിക. സോറി, നോ, പ്ലീസ് ഡോണ്ട്, ഐ എം അഫ്രൈഡ്, യു കാൺ, പറ്റില്ല എന്നൊക്കെ പറയില്ലേ. ഐ വുഡ് റാദർ യു ഡിഡൻറ്റ്, ഐ എം സോറി, ദാറ്റ്സ് നോട്ട് പോസിബിൾ, യു കാൺ ഡു ദാറ്റ്. ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് വരിക.
അടുത്തത് ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ ഫെസ്റ്റിവൽ. നിങ്ങളൊരു ഫെസ്റ്റിവലിലാണ്, ഒരു പാർക്കിലാണ്, ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിലാണ്, നിങ്ങൾ അവിടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നു. പെർമിഷൻ ആരോട് പെർമിഷൻ ചോദിക്കുന്നു, അവരുടെ റിപ്ലൈ എന്താണ്, ഇത്രയാണ് വരിക. സീക്കിംഗ് പെർമിഷൻ ഫ്രം ഹൂം റെസ്പോൺസ് വരും. അപ്പോൾ പെർമിഷൻ്റെ ക്യാൻ ഐ കീപ് മൈ ബാഗേജ് ഹിയർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ അവർ തന്നിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയത് വായിക്കാം. കുഡ് ഐ ബറോ യുവർ പെൻ? അപ്പോൾ ഫ്രണ്ടിനോടാണ് ചോദ്യം, സെർട്ടൈൻലി എന്ന് ആൻസർ. അടുത്തത് മേ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ? ഫ്രണ്ടിനോട് ചോദിക്കുന്നു, ഷുവർ യു ക്യാൻ. അടുത്തത് വരുന്നത് കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട്, യു ക്യാൻ സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്. പ്ലീസ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി പൊളൈറ്റായിട്ട്, വിനയം കൂടുതലായിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 3 സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കാം. ക്യാൻ ഐ ഗോ ടു ദ ഫെസ്റ്റിവൽ പ്ലീസ്? ഞാൻ ഫെസ്റ്റിവലിന് പൊക്കോട്ടെ പ്ലീസ്, മദറിനോടാണ് ചോദിക്കുന്നത്. റെസ്പോൺസ് എന്താ, യെസ് യു ക്യാൻ. അടുത്തത് ക്യാൻ ഐ ഹാവ് സം മോർ പോപ്കോൺ പ്ലീസ്? എനിക്ക് കുറച്ചുകൂടി പോപ്കോൺ തരുമോ പ്ലീസ്? ഫ്രണ്ടിനോടാണ് ചോദ്യം. അപ്പോൾ ഷുവർ എന്ന് ആൻസർ വരുന്നു. ക്യാൻ ഐ കം ഹോം ലേറ്റ് ടു നൈറ്റ് പ്ലീസ്? ഓക്കെ, ഞാനിന്ന് കുറച്ച് വൈകി വന്നോട്ടെ പ്ലീസ്, ഫാദറിനോടാണ് ചോദ്യം. അപ്പോൾ എന്താ, യെസ് യു മേ, ശരി എന്ന് ആൻസർ പറയണം. അടുത്തത് നമുക്ക് റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആണ്. അതിൽ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ദ എക്സൈറ്റഡ് സ്റ്റുഡൻസ് ബിസീഡ് ദംസെൽസ് ബിഫോർ ദ ഫോട്ടോ സെഷൻ. അപ്പോൾ ഫോട്ടോ സെഷന് കുട്ടികൾ റെഡി ആവാണ് കേട്ടോ. ക്യാൻ യു ഇമാജിൻ ആൻഡ് റൈറ്റ് സം ഓഫ് തിങ്സ് ദേ മൈറ്റ് ഹാവ് ഡൺ? അപ്പോൾ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റുഡൻറ്റ് ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. ഒരു കുട്ടി ടോയ്ലറ്റിൽ പോയിരിക്കുന്നു. സം സ്റ്റുഡൻസ് കോംബ്ഡ് ദെയർ ഹെയർ. എന്താണ്, മുടി ചീന്തുന്നു ചില സ്റ്റുഡൻസ്. അടുത്ത 3 നമ്മൾ ഉണ്ടാക്കിയതാണ്. സം സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് റെഡി ടു ടേക്ക് ഫോട്ടോസ്. സം ആർ കറക്റ്റിംഗ് ദെയർ യൂണിഫോം. സം സ്റ്റുഡൻസ് ആർ പ്രാക്ടീസിങ് ദ ഫോട്ടോ പോസസ്. അടുത്തത് റൈറ്റ് ദ തോട്ട്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹർ മൈൻഡ്. ടോട്ടോച്ചാൻ്റെ മൈൻഡുള്ള തോട്ട്സ് ആണ്. 2 സെൻറ്റൻസ് അവർ തന്നിട്ടുണ്ട്. താങ്ക്സ് മോം, യു ആർ സച്ച് എ ലവ്ലി മോം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. വാട്ട് വുഡ് ദ ട്രിപ്പ് ബി ലൈക്ക്? വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്? What if I forget something? I hope everything is all right there. Hope the weather is also good. I can't wait anymore to explore and see the hot springs. I want to take so many photos from the hot spring. I want to show the pictures to mom. അടുത്തത് ടോട്ടോച്ചാൻ നെവർ ഫർഗറ്റ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. അപ്പോൾ ടോട്ടോച്ചാന് ആ ഒരു സമ്മർ വെക്കേഷൻ ട്രിപ്പ് മറക്കാനാവാത്തതാണ്. അന്നത്തെ അവരുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതുമ്പോൾ ഒരു ഡേറ്റ് കൊടുക്കുക. ഇവിടെ 6/3/1950 കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഐ ക്യാൻ നെവർ ഫർഗറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. വി വെൻറ്റ് ടു ഹോട്ട് സ്പ്രിംഗ് ഫോർ എ ട്രിപ്പ്. It was so amazing. The water was warm. We played games, took a group photo, enjoyed very much. I am really thankful to mom. She gave permission for the trip. I will never forget this vacation trip in my life. എട്ടാമത്തെ വരുന്നത് മെൻഷൻ സം ഓഫ് ദ തിങ്സ് യു പ്ലാൻ ടു ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. അടുത്ത വെക്കേഷന് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. I am going to visit my grandparents in another city. Another cityയിലുള്ള ഗ്രാൻഡ് വിസിറ്റ് ചെയ്യും അടുത്ത വെക്കേഷൻ കേട്ടോ. I plan to read some books and play video games. My family and I are going on a trip to the beach. I will spend time with my friends. I am going to learn how to cook a new dish. I will help my parents with gardening. I am going to practice playing the guitar. അടുത്ത നമുക്ക് 9ാമത്തെ ആക്ടിവിറ്റിയിൽ ഇതുപോലെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. സിറ്റുവേഷൻ, റെസ്പോൺസ്, യൂസേജ്. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ നമ്മൾ കൊടുക്കേണ്ടത് ഐ കുഡൻറ്റ് ഹെൽപ്പ് ഫീലിംഗ് സോറി ഫോർ ഹിം ആണ്. രണ്ടാമത്തെ ഡാഷിൽ ബട്ട് മൈ ഫ്രണ്ട് ലൈക്ക്ഡ് ഇറ്റ് ആണ്. മൂന്നാമത്തെ ഡാഷിൽ ദേ വേർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. 4ാമത്തെ ഡാഷിലാണ് വി കുഡൻറ്റ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. ഓക്കെ, വി കുഡൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ് ആണ് കേട്ടോ. വി കുഡൻറ്റ് ഹെൽപ്പ് ഉണ്ട് ഇവിടെ. വി കുഡൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. ഓക്കെ, അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് ഡാഷ് ഫില്ല് ചെയ്യാനാണ്. അത് പറയാം. ജാപ്പനീസ് റൈറ്റർ ടെറ്റ്സുഗോ ഈ വാസ് ആണ് വരിക കേട്ടോ. ആൻസർ വാസ് ബോൺ ഓൺ August 9, 1933. ഇന്നാണ് അടുത്ത ആൻസർ. ഷി വാസ് ബോൺ 2 ആണ് വരിക. മൊറിറ്റ്സുന ആൻഡ് ചോ അവരുടെ പാരൻസിൻ്റെ പേരാണ്. ഷീ
completed her education in Keio University and Tokyo College of Music. She is an actress and a television personality. She is the Goodwill Ambassador for UNICEF. She got many awards like Global Leadership for Children Award and Japanese Cultural Broadcasting Award, which is the highest television honor in Japan. Her masterpiece Toto-chan, The Little Girl at the Window, went on to sell over 8 million copies. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരിക. അപ്പോൾ നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.